ഡിപ്രീസിയേഷൻ, അതുപോലെ തന്നെ റിസർവ് എന്താണ്, സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും അവസാനം സീക്രട്ട് റിസർവ്. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഡിപ്രീസിയേഷൻ എന്താണ്, അതിന്റെ പർപ്പസ്, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ നേച്ചർ, അതുപോലെയുള്ള ഫീച്ചേഴ്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ 2 മെത്തേഡ്സ് ഓഫ് ഡൂയിങ് ഡിപ്രീസിയേഷൻ, അതായത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. ഇപ്പൊ നമുക്ക് പോർഷനിലോട്ട് കിടക്കാം. സോ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്നുള്ള ഒരു പോർഷൻ ആണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഓരോ വർഷവും ആ ഒരു അസറ്റിന്റെ ഡിപ്രീസിയേഷൻ ആയി നമ്മൾ ചാർജ് ചെയ്യും. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ. അതാണ് അതിന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്, എളുപ്പമാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ മനസ്സിലാക്കാനും എളുപ്പമാണ്. സിംപ്ലിസിറ്റി മേക്ക് ഇറ്റ് എ പോപ്പുലർ മെത്തേഡ് ഇൻ പ്രാക്ടീസ്. സോ അതാണ് ഈ ഒരു മെത്തേഡിന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, അസറ്റ് ക്യാൻ ബി ഡിപ്രീഷിയേറ്റഡ് അപ് ടു ദ നെറ്റ് സ്ക്രാപ്പ് വാല്യൂ ഓർ സീറോ വാല്യൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വിലയുള്ള ഒരു പെർട്ടിക്കുലർ അസറ്റ് ആണ്. അതിന്റെ നമ്മൾ ഡിപ്രീസിയേഷൻ ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ചാർജ് ചെയ്യുമ്പോൾ അതിന്റെ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് 10 വർഷമാണെങ്കിൽ ഈ 10 വർഷത്തിലെ അവസാന വർഷം എത്തുമ്പോൾ ഈ 1 ലക്ഷം രൂപയും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇനി ബാക്കിയുള്ളത് അത് വിൽക്കുമ്പോൾ കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂ മാത്രമായിരിക്കും. കാരണം നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഒരെണ്ണം മേടിക്കുന്ന പർച്ചേസ് പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കും? കോസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കും? അതിന്റെ നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ കുറയ്ക്കും. എന്നിട്ടാണ് അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഡിപ്രീസിയേഷൻ കണ്ടെത്തുന്നത്. സോ റെസിഡ്യൂവൽ വാല്യൂ മാത്രമാണ് അവസാനം ബാക്കിയായിട്ട് നിൽക്കുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ. അതാണ് ഈ മെത്തേഡിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു അസറ്റിന് അവസാനം ബാക്കിയാകുന്നത് അതിന്റെ ആക്രി വില, നെറ്റ് സ്ക്രാപ്പ് വാല്യൂ മാത്രമായിരിക്കും. അങ്ങനെ ഫുള്ളായി ഒരു അസറ്റിനെ എഴുതി തള്ളാൻ സാധിക്കും ഈ ഡിപ്രീസിയേഷൻ കൊണ്ട് നമുക്ക് സാധിക്കും. Therefore, this method make it possible to distribute full depreciable cost over useful life of the asset. അപ്പോൾ ഒരു അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് മുഴുവനായി ഈ ഡിപ്രീസിയേഷനെ സ്പ്രെഡ് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് കൊണ്ട് സാധിക്കും. 10 വർഷമാണ് യൂസ്ഫുൾ ലൈഫ് എങ്കിൽ ഓരോ വർഷവും ഈക്വൽ എമൗണ്ട് ഡിപ്രീഷിയേറ്റ് ചെയ്ത് 10ാമത്തെ വർഷം എത്തുമ്പോൾ അസറ്റിന്റെ വാല്യൂ മുഴുവനായി തീർന്നു പോകുന്ന രീതിയിൽ ഡിപ്രീസിയേഷൻ നടത്താനായിട്ട് സാധിക്കും. പിന്നെ ബാക്കി എന്തേ വരത്തുള്ളൂ? ആക്രി വില, സ്ക്രാപ്പ് വാല്യൂ മാത്രമേ വരത്തുള്ളൂ. കാരണം ഡിപ്രീസിയേഷൻ കണ്ടപ്പം അത് കുറച്ചായിരുന്നു, എന്നിട്ടാ ബാക്കി നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടത്. സോ അവസാനം സ്ക്രാപ്പ് വാല്യൂ മാത്രമേ ബാക്കി വരത്തുള്ളൂ. അതാണ് അതിന്റെ അടുത്ത അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ ആയിട്ട് ചാർജ് ചെയ്യപ്പെടുന്നത്. ഇവിടെ P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആയി എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണ് ചാർജ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കമ്പാരിസൺ എളുപ്പമാക്കും. ഒരു വർഷത്തെ പ്രോഫിറ്റ് അതിന്റെ കഴിഞ്ഞ വർഷങ്ങളുമായി കമ്പയർ ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പമാക്കും. ഓക്കെ ആണോ? സോ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ്, this method is suitable for those assets whose useful life can be estimated accurately and where the use of asset is consistent from year to year, such as leaseholding building. അപ്പം ഏതെങ്കിലും ഒരു അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് എത്ര നാള് അത് നമുക്ക് യൂസ് ചെയ്യാം, ആ യൂസ്ഫുൾ ലൈഫ് നമുക്ക് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ആക്യുറസിയിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ കേസുകളിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അസറ്റ് എല്ലാ വർഷവും ഏകദേശം ഒരേ അളവിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പഠിച്ചപ്പം ആദ്യം നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്,
This method is based on the assumption of equal usage of asset over its entire useful life. ഒരു അസറ്റ് അതിന്റെ യൂസ്ഫുൾ ലൈഫിൽ ഈക്വൽ ആയിട്ടാണ് എല്ലാ വർഷവും ഉപയോഗിക്കപ്പെടുന്ന അസംഷൻ എടുക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു അസറ്റ് കുറച്ചെങ്കിലും ഒരേ രീതിയിലാണ് എല്ലാ വർഷവും ഉപയോഗിക്കപ്പെടുന്നതെങ്കിൽ അവിടെ നമുക്ക് ധൈര്യമായി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ് ബെസ്റ്റ് മെത്തേഡ്. സോ ഇത്രയുമാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ ആണ്, വളരെ ഈസി ആണ്. രണ്ടാമത്, ഇത് ഒരു അസറ്റിനെ മുഴുവനായി അതിന്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ സഹായിക്കും. അവസാനം സ്ക്രാപ്പ് വാല്യൂ, നെറ്റ് സ്ക്രാപ്പ് വാല്യൂ മാത്രം അവശേഷിക്കുന്ന രീതിയിൽ ഒരു അസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ. മൂന്നാമത്തെ കേസ്, എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആണ് P&L ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ ആയി ചാർജ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ പ്രോഫിറ്റിനെ അതിന്റെ മുൻ വർഷങ്ങളിലെ പ്രോഫിറ്റുമായി എളുപ്പത്തിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറയുന്നത്, കുറച്ചെങ്കിലും ആക്യുറേറ്റ് ആയിട്ട് യൂസ്ഫുൾ ലൈഫ് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ, അതുപോലെ ഏതെങ്കിലും ഒരു അസറ്റ് ഏകദേശം ഒരേപോലെ തന്നെയാണ് എല്ലാ വർഷവും ഉപയോഗിക്കപ്പെടുന്നത്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ. സോ ഇത്രയുമാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിമിറ്റേഷൻസിലോട്ട് പോകാം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ ലിമിറ്റേഷൻസ്, അതായത് ഡിസ്അഡ്വാൻറ്റേജസ്. ഒന്നാമത്തെ ലിമിറ്റേഷൻ ആണ്, ദിസ് മെത്തേഡ് ഇസ് ബേസ്ഡ് ഓൺ ദ ഫോൾട്ടി അസംഷൻ ഓഫ് സെയിം എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ഓഫ് ആൻ അസറ്റ് ഇൻ ഡിഫറെന്റ് അക്കൗണ്ടിങ് പീരീഡ്. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ്, ഇതൊരു അസംഷന്റെ പുറത്താണ് ഈ മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. ഒരു അസറ്റ് എല്ലാ വർഷവും ഏകദേശം ഒരേ രീതിയിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്നു. ഈ വർഷം ആ അസറ്റിനെ നമ്മൾ എത്രത്തോളം ഉപയോഗിച്ചോ അതേ രീതിയിൽ തന്നെ, അത്ര പെർസെന്റേജ് തന്നെ നമ്മൾ അടുത്ത വർഷം ഉപയോഗിക്കുന്നു, അതിന്റെ അടുത്ത വർഷം ഉപയോഗിക്കുന്നു എന്ന അസംഷനാണ് ഇവിടെ എടുക്കുന്നത്. ഇത് വളരെ തെറ്റായ ഒരു അസംഷനാണ്. ചിലപ്പോൾ ഒരു വർഷം ഒരു അസറ്റിനെ കൊണ്ട് നമ്മൾ കൂടുതൽ പണി ചെയ്യിപ്പിച്ചിരിക്കാം, അടുത്ത വർഷം കുറവ് പണിയായിരിക്കും ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് സാധാരണഗതി സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫോൾട്ടി അസംഷന്റെ ബേസിസിലാണ് ഈ പെർട്ടിക്കുലർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് അതിന്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ. ഇങ്ങനെ ഒരു ഫോൾട്ടി അസംഷൻ ആണ് ഇതിന്റെ ബേസ്. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. പിന്നെ രണ്ടാമത്തെ ലിമിറ്റേഷൻ, വിത്ത് ദ പാസേജ് ഓഫ് ടൈം work efficiency of the asset decreases and repair and maintenance expenses increases. ഒരു അസറ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എഫിഷ്യൻസി കുറയും. എഫിഷ്യൻസി കുറയുമ്പോൾ നമ്മൾ റിപ്പയറും മെയിൻ്റനൻസ് വർക്കുകളും ഒക്കെ ചെയ്യും. Hence, under this method, the total amount charged against profit on account of depreciation and repair taken together will not be uniform throughout the life of the asset. Rather, it will keep on increasing from year to year. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ മേടിച്ചു ഒരു അസറ്റ് 2015, 2016 17 18 ഇങ്ങനെ ഇയർ പൊക്കോണ്ടിരിക്കുന്ന അനുസരിച്ച് എന്റെ ഈ ഒരു അസറ്റിന്റെ എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഓരോ വർഷവും ഞാൻ റിപ്പയർ ചെയ്യേണ്ടി വരും. റിപ്പയറും മെയിൻ്റനൻസ് എക്സ്പെൻസും ഞാൻ മുടക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് എല്ലാ വർഷവും എത്ര മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ? 20,000 എന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് മാത്രം. എക്സാമ്പിൾ ആണ് പറയുന്നത് കേട്ടോ. ഒരു ഫിക്സഡ് എമൗണ്ട് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ശരിക്കും നോർമൽ കേസിൽ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് കൂടുകയാണ് വേണ്ടത്. കാരണം ഓരോ വർഷം എഫിഷ്യൻസി കുറയും. അപ്പൊ കൂടുതൽ എമൗണ്ട് ഡിപ്രീഷിയേറ്റഡ് ആകണം. ഓരോ വർഷം കഴിയുമ്പോൾ കൂടുതൽ എമൗണ്ട് റിപ്പയറിന് വേണ്ടി എടുക്കേണ്ടി വരും. 10 വർഷം നമ്മൾ ഓടിച്ച ഒരു വണ്ടി റിപ്പയർ ചെയ്യുമ്പോൾ എടുക്കുന്ന എക്സ്പെൻസ് ആയിരിക്കത്തില്ല ഈ ഒരു 2-3 വർഷം ഓടിച്ച ഒരു വണ്ടിക്കുള്ള റിപ്പയർ എക്സ്പെൻസ്. വർഷം കൂടുന്നതനുസരിച്ച് അതിന്റെ പണിയും കൂടും. പക്ഷെ അത് ഈ ഒരു മെത്തേഡിൽ ഡിപ്രീസിയേഷനിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല. സെയിം എമൗണ്ട് മാത്രമാണ് ഡിപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത് എല്ലാ വർഷവും. യൂണിഫോം എമൗണ്ട് ആണ് ഡിപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത് എന്തല്ല, ലോജിക്കൽ അല്ല. വർഷം കൂടുന്നതനുസരിച്ച് ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് കൂടുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. അതാണ് അടുത്ത ലിമിറ്റേഷൻ. ഓക്കെ ആണോ? സോ ഈ 2 ലിമിറ്റേഷൻസ് ആണ് പ്രധാനമായിട്ടും എന്തിനുള്ളത്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിനുള്ളത്. സോ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജും നമ്മൾ ഡിസ്കസ് ചെയ്തു. ലിമിറ്റേഷൻസിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഒരു മെത്തേഡിന് ഉള്ളത്. പക്ഷെ അതിന്റെ ലിമിറ്റേഷൻ വളരെ സ്ട്രോങ് ആണ്. കാരണം ഈ മെത്തേഡിന്റെ ബേസിക് അസംഷൻ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ. ആ അസംഷൻ ഒരു ഫോൾട്ടി അസംഷൻ ആണ്. അതുകൊണ്ടാണ് ഇതിനെ നവീകരിക്കുന്ന പുതിയ മെത്തേഡ്സ് അനിവാര്യമായി വന്നത്.
അങ്ങനെയാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് വന്നത്. ഓക്കെ ആണോ? ഇതാണ് ഏറ്റവും ഏർലിയസ്റ്റ് ഫോം ഓഫ് കാൽക്കുലേറ്റിംഗ് ഏർലിയസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ. ഇനി വരുന്ന റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്, കുറച്ചുകൂടെ ലോജിക്കൽ ആയിട്ടുള്ള മെത്തേഡ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലോട്ട് പോകാം. ദ സെക്കൻഡ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ ആൻഡ് ദാറ്റ് ഈസ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള നെക്സ്റ്റ് മെത്തേഡ് ആണ്. ക്ലിയർ? ഇവിടെ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ബുക്ക് വാല്യൂ ഓഫ് ദി അസറ്റ്. അതാണ് അതിന്റെ പ്രത്യേകത. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ അപ്പൊ എന്തിന്റെ മേലായിരുന്നു ചാർജ് ചെയ്തിരുന്നത്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ചാർജ് ചെയ്തിരുന്നത് കോസ്റ്റ് ഓഫ് ദി അസറ്റിന്റെ മേലാണ്. ക്ലിയർ? അല്ലെങ്കിൽ ഡിപ്രീഷിയബിൾ കോസ്റ്റ്, അതിന്റെ മേലാണ് ചാർജ് ചെയ്യപ്പെട്ടിരുന്നത്. ക്ലിയർ? കോസ്റ്റ് ഓഫ് ദ അസറ്റിന്റെ മേലാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. ഇവിടെയോ ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റിന്റെ മേലാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വ്യത്യാസം. നോക്കിക്കേ, ദ എമൗണ്ട് ആനുവലി ചാർജ് ഡിപ്രീസിയേഷൻ ഈസ് സച്ച് ദാറ്റ് ഇറ്റ് റെഡ്യൂസസ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് ടു ഇറ്റ്സ് സ്ക്രാപ്പ് വാല്യൂ. അതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സോ ബുക്ക് വാല്യൂവിലാണ് ഇത് ചാർജ് ചെയ്യപ്പെടുന്നത്. പക്ഷേ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡോ, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ബുക്ക് വാല്യൂവിലാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അതിന്റെ ഒറിജിനൽ കോസ്റ്റിലാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, എന്താണ് ഈ ഒറിജിനൽ കോസ്റ്റും ബുക്ക് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം? അത് ഞാൻ പറഞ്ഞുതരാം. ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ അസറ്റ് മേടിച്ചപ്പോഴുള്ള കോസ്റ്റ്, അതിന്റെ ഹിസ്റ്റോറിക്കൽ വാല്യൂ. ഞാൻ എ എന്ന് പറയുന്ന മെഷീൻ മേടിച്ചത് 1,00,000 രൂപയ്ക്കാണ്. അതിന് എന്താ പറയുന്നത്, ഇൻസ്റ്റോളേഷന് വേണ്ടി 50,000 ആയി, ട്രാൻസ്പോർട്ടേഷന് 50,000. സോ 2 lakh ആണ് അതിന്റെ ഒറിജിനൽ കോസ്റ്റ്. ഇതാണ് ഒറിജിനൽ കോസ്റ്റ്. ഇതിന്റെ മേലാണ് പെർസെന്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ അപ്ലൈ ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ 20,000 ആണ് എല്ലാ വർഷവും ഡിപ്രീസിയേഷനായി നമ്മൾ ചാർജ് ചെയ്യുന്നത്. എവിടെ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ. സോ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന്റെ മേലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യപ്പെടുന്നത്. കിട്ടിയോ? പക്ഷെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലോ ബുക്ക് വാല്യൂവിന്റെ മേലാണ്. അതായത് 2,00,000 ആണ് ഒന്നാമത്തെ വർഷം, ഈ അസറ്റ് നമ്മുടെ കൂടെയുള്ള ഒന്നാമത്തെ വർഷം അസറ്റിന്റെ വാല്യൂ. ആ വർഷം 20,000 നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു, 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. അപ്പൊ അടുത്ത വർഷം ആ അസറ്റിന് എത്ര വിലയുള്ളൂ? 2,00,000 നിന്ന് 20,000 തേയ്മാനം കുറച്ച് 1,80,000 മാത്രമേ അതിന്റെ വിലയുള്ളൂ. അപ്പൊ അടുത്ത വർഷത്തെ ഡിപ്രീസിയേഷൻ 20,000 ആയിരിക്കത്തില്ല, 1,80,000 10% നമ്മൾ എടുക്കത്തുള്ളൂ. ക്ലിയർ ആണോ? 1,80,000 10%. അതായത് ബുക്ക് വാല്യൂവിന്റെ മേലാണ് ഇവിടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യപ്പെടുന്നത്, ഇനീഷ്യൽ പ്രൈസിന്റെ മേലല്ല. അത് ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. കാരണം ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നത് കൊണ്ട് അസറ്റിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കട്ടെ. എല്ലാ വർഷവും വീണ്ടും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. കിട്ടിയോ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഒറ്റ വട്ടമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. മേടിക്കുന്ന സമയത്ത് തന്നെ ആ മേടിക്കുന്ന ഒറിജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന്റെ മേൽ ഡിപ്രീസിയേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യും. ആ ഡിപ്രീസിയേഷൻ ആയിരിക്കും ആ അസറ്റിന് സ്ക്രാപ്പ് ചെയ്യുന്നിടം വരെ നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യൂണിഫോം ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും ചാർജ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. പക്ഷെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ബുക്ക് വാല്യൂവിന്റെ മേലാണ് ചാർജ് ചെയ്യപ്പെടുന്നത്, അല്ലാതെ ഒറിജിനൽ കോസ്റ്റിന്റെ മേലോ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന്റെ മേലോ അല്ല ചാർജ് ചെയ്യപ്പെടുന്നത്, ബുക്ക് വാല്യൂവിന്റെ മേലെ. ഈ ബുക്ക് വാല്യൂ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. മേടിച്ച സമയത്ത് 2,00,000 രൂപയായിരുന്നു ആസറ്റിന്റെ ബുക്ക് വാല്യൂ. പക്ഷെ ആ വർഷം 20,000 രൂപയുടെ തേയ്മാനം ഉണ്ടായി. അടുത്ത വർഷത്തിലേക്ക് വരുമ്പോൾ ആ അസറ്റിന്റെ ബുക്ക് വാല്യൂ 2,00,000 20,000 കുറച്ച് 1,80,000 ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ വർഷം വീണ്ടും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം പെർസെന്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ ഏത് എമൗണ്ടിലാണ് ചാർജ് ചെയ്യുന്നത്? ബുക്ക് വാല്യൂ ഓഫ് 1,80,000 1,80,000 10% എടുക്കും. 10% ആണ് ഡിപ്രീസിയേഷൻ എങ്കിൽ. അപ്പൊ നമുക്ക് 18,000 എന്ന് കിട്ടും. 1,80,000 നിന്ന് 18,000 കുറയ്ക്കുന്നതായിരിക്കും മൂന്നാമത്തെ വർഷം ആ അസറ്റിന്റെ ബുക്ക് വാല്യൂ. ആ എമൗണ്ടിന്റെ മേലാണ് വീണ്ടും 10% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെ ഓരോ വർഷവും പുതിയ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ഓരോ വർഷവും ഉള്ള ബുക്ക് വാല്യൂവിന്റെ മേലായിരിക്കും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അവിടെ നമ്മൾ കണ്ടത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷന്റെ പെർസെന്റേജ് അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യപ്പെടുന്നത് ഒറിജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന്റെ മേലാണെങ്കിൽ ഇവിടെ ചാർജ് ചെയ്യപ്പെടുന്നത് ബുക്ക് വാല്യൂവിന്റെ മേലാണ്. ഓക്കെ ആണോ? ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഈ രണ്ട് മെത്തേഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്.
So under this method, depreciation is charged on the book value of asset. Since book value keep on reducing, അല്ലെ, ബുക്ക് വാല്യൂ എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നാമത്തെ വർഷം 2 ലക്ഷം രൂപയാണെങ്കിൽ രണ്ടാമത്തെ വർഷം തേയ്മാനം കുറച്ച് 1,80,000 മൂന്നാമത്തെ വർഷം 1,80,000 വീണ്ടും തേയ്മാനം കുറച്ച് വേറൊരു എമൗണ്ട് ആവും. അങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. Keep on reducing by annual charge of depreciation. It is known as reducing balance method. So ഇങ്ങനെ ബുക്ക് വാല്യൂ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട്, ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതുകൊണ്ട് ബുക്ക് വാല്യൂ കുറഞ്ഞു വരുന്നത് കൊണ്ട് ഇതിനെ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്ന് വിളിക്കും. ആ അസറ്റിന്റെ ബാലൻസ് എമൗണ്ട് ഓരോ വർഷവും കുറയുമല്ലേ, റെഡ്യൂസ് ചെയ്യുകയല്ലേ ബാലൻസ്. അതുകൊണ്ട് ഈ ഒരു മെത്തേഡിനെ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. This method involves the application of predetermined proportion or percentage of the book value of the asset at the beginning of every accounting period, so as to calculate the amount of depreciation. So ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള പെർസെന്റേജ് എപ്പോഴും തരും, പെർസെന്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ. സോ അതിന്റെ ബേസിസിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ അതിന് വേണ്ടിയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ച എക്സാമ്പിൾ തന്നെ ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. അതെ, 2 lakh rupees ആണ് ഒരു അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ഈ 2 ലക്ഷത്തിന്റെ മേൽ 10% 20,000 രൂപ നമുക്ക് കിട്ടി. ഇതാണ് ഡിപ്രീസിയേഷൻ. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ മറ്റേ ഇക്വേഷൻ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ തരണം, ഒറിജിനൽ കോസ്റ്റ് തരണം, യൂസ്ഫുൾ ലൈഫ് തരണം. ഇത്രയും തന്നു കഴിഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് മൈനസ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്, അങ്ങനെ കണ്ടാലും ഡിപ്രീസിയേഷൻ കിട്ടും. ഇതൊന്നും തന്നില്ല, ഡയറക്റ്റ് ആയിട്ട് പെർസെന്റേജ് വരുന്നതെങ്കിൽ ഒറിജിനൽ കോസ്റ്റിന്റെ മേലെ അതങ്ങ് അപ്ലൈ ചെയ്താൽ മതി, അപ്പൊ ഡിപ്രീസിയേഷൻ കിട്ടും. അപ്പൊ 2 ലക്ഷം 10% ഡിപ്രീസിയേഷൻ എങ്കിൽ ഒരു വർഷം 10% അത് ഡിപ്രീഷിയേറ്റ് ആകും. 2 ലക്ഷത്തിന്റെ 10% 20,000 ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം. അപ്പൊ എല്ലാ വർഷവും 20,000 ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക, ഒറ്റ തവണ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പക്ഷെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ ഒന്നാം വർഷം 2 ലക്ഷത്തിന്റെ 10% 20,000. രണ്ടാം വർഷത്തേക്ക് പോകുമ്പോൾ ആ ഒന്നാം വർഷത്തിന്റെ അവസാനം നമ്മളുടെ അസറ്റിന്റെ വാല്യൂ എത്രയായി കുറഞ്ഞു? 2 ലക്ഷത്തിന് 20,000 തീരുമാനം കുറച്ച് 1,80,000 കുറഞ്ഞു. അപ്പൊ രണ്ടാം വർഷത്തിലേക്ക് പോകുമ്പോൾ 1,80,000 മേൽ 10% കാണുന്നത്. അപ്പൊ 18,000 രണ്ടാം വർഷത്തെ ഡിപ്രീസിയേഷൻ. അപ്പൊ രണ്ടാം വർഷം അവസാനിക്കുമ്പോൾ അസറ്റിന്റെ വില എത്രയായിരിക്കും? 1,80,000 ഈ 18,000 കുറച്ച് 1,62,000 ആയിരിക്കും. മൂന്നാം വർഷത്തേക്ക് പോകുമ്പോൾ ഈ 1,62,000 മേൽ 1,62,000 എന്ന ബുക്ക് വാല്യൂന്റെ മേലാണ് 10% അപ്ലൈ ചെയ്യുന്നത്. 16,200 ഡിപ്രീസിയേഷൻ കിട്ടും. ആ മൂന്നാം വർഷം അവസാനിക്കുമ്പം റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് അവർ അസറ്റ്, നമ്മുടെ അസറ്റിന്റെ വില എന്ന് പറയുന്നത് 1,62,000 നിന്ന് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ തേയ്മാനമായിട്ടുള്ള 16,200 കുറച്ച് 1,45,800 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ അസറ്റിന്റെ വില കുറച്ച് കൊണ്ടുവരുന്നു. ഇതാണ് കുറച്ചുകൂടെ ലോജിക്കൽ. കാരണം ഒരു ഫിക്സഡ് എമൗണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഡിപ്രീഷിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം അവിടെ വരത്തില്ല. ഓരോ വർഷവും ഉപയോഗിക്കുന്നതോടെയും റിപ്പയറും കാര്യങ്ങളും കൂടും. അപ്പൊ അതിന്റെ വില കുറയണം, അങ്ങനെ കുറയുന്നില്ല. ക്ലിയർ? ഇവിടെ ആവുമ്പോ കറക്റ്റ് ആയിട്ട് ആ ഒരു റെഡ്യൂസ് വരുന്നുണ്ട്. ക്ലിയർ ആണോ? ആ ഒരു റിഡക്ഷൻ അവിടെ വരുന്നുണ്ട്. സോ ഓരോ വർഷത്തെയും ബുക്ക് വാല്യൂവിന്റെ മേലാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. നോക്കിക്കേ, ഒന്നാം വർഷം 2 ലക്ഷത്തിന്റെ മേൽ 10% അപ്ലൈ ചെയ്ത്, രണ്ടാം വർഷം 1,80,000 മേൽ, മൂന്നാം വർഷം 1,62,000 മേൽ. അതാത് വർഷത്തെ ആ അസറ്റിന്റെ ബുക്കിലുള്ള വാല്യൂ, അതായത് അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ അതിന്റെ വാല്യൂ, അതിന്റെ മേലാണ് പെർസെന്റേജ് അപ്ലൈ ചെയ്യപ്പെടുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതൊരു സിമ്പിൾ കണക്കാണ് കേട്ടോ. ഇതൊരു സിമ്പിൾ കണക്കാണ്. ഒരു സിമ്പിൾ കണക്കിൽ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ശരിക്കും പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് കഴിയും. ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് സംഭവമൊന്നുമില്ല. ഒരു അസറ്റ് മേടിച്ചു, പകുതിയായപ്പോൾ അത് വിറ്റു, ആ രീതിയിലൊക്കെയുള്ള സെയിലിന്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് വരും. അതൊക്കെ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് സമയമെടുക്കും. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് പെർട്ടിക്കുലർ മെത്തേഡ് ഇത്രയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഇത് എന്തിന്റെ ബേസിസിലാണ്? ഇത് എന്തിന്റെ മേലാണ് പെർസെന്റേജ് അപ്ലൈ ചെയ്യുന്നത്? ബുക്ക് വാല്യൂവിന്റെ മേലാണ്. ഓരോ വർഷവും കുറഞ്ഞു വരും. അതോടെ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ പുതിയതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ക്ലിയർ? ആസ് എവിഡൻസ് ഫ്രം ദ എക്സാമ്പിൾ, ഈ എക്സാമ്പിളിൽ പറയുന്ന പോലെ ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഗോസ് ഓൺ റിഡ്യൂസിങ് എവറി ഇയർ ആഫ്റ്റർ ഇയർ. For this reason, it is known as reducing installment or diminishing value method. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കും? Reducing installment method.
സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് ആണ്, ഇത് റെഡ്യൂസിംഗ് ഇൻസ്റ്റാൾമെന്റ് ഓർ ഡിമിനിഷിംഗ് വാല്യൂ മെത്തേഡ്. This method is based upon the assumption. ഇവിടെ ഒരു assumption ഉണ്ട്. This method is based upon the assumption that benefit accruing to business from asset keep on diminishing as the asset become old. അപ്പൊ നമ്മളുടെ അസറ്റ് ഓൾഡ് ആകുന്ന അനുസരിച്ച് ആ അസറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റും കുറഞ്ഞു വരുമെന്ന അസംഷൻ ആണ് ഇവിടെ എടുക്കുന്നത്. അത് കുറച്ചുകൂടെ ലോജിക്കൽ ആയിട്ടുള്ള അസംഷൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലെ അസംഷൻ എന്താ? ഒരു അസറ്റ് എത്ര പ്രായം ചെന്ന അസറ്റ് ആണെങ്കിലും എല്ലാ വർഷവും ഒരേ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടും. അതാ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ അസംഷൻ. ഇവിടെ ഒരു അസറ്റിന് പ്രായമാകുന്നതനുസരിച്ച് ആ അസറ്റ് ഓൾഡ് ആകുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇവിടെ ബുക്ക് വാല്യൂവിന്റെ മേലാണ് പെർസെന്റേജ് അപ്ലൈ ചെയ്യപ്പെടുന്നത്. അതാണ് ഇവിടുത്തെ അസംഷൻ. സോ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിന്റെ അസംഷനും ഇമ്പോർട്ടന്റ് ആണ്. അസംഷൻ ദാറ്റ് ബെനിഫിറ്റ് അക്വയറിംഗ് to business from asset keeps on diminishing as the asset become old. This is due to the reason that a predetermined percentage is applied to a gradually shrinking balance on the asset account every year. So അതുകൊണ്ടാണ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള പെർസെന്റേജ് നമ്മൾ ബുക്ക് വാല്യൂവിന്റെ മേൽ തന്നെ ചാർജ് ചെയ്യുന്നത്. ഇത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് വിളിക്കുന്നതിന്റെ റീസൺ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? സോ അത് എപ്പോഴും ഒരു ഡിമിനിഷിങ് രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ അസറ്റ്, ക്വസ്റ്റ്യനിലെ അസറ്റിന്റെ വില 2 ലക്ഷം രൂപയല്ലായിരുന്നോ? അതിന്റെ യൂസ്ഫുൾ ലൈഫ് ഇപ്പൊ 5 വർഷമാണെന്ന് വിചാരിക്കുക. 5ാമത്തെ വർഷം അവസാനിക്കുമ്പോൾ ഒരിക്കലും ഈ 2 ലക്ഷവും എഴുതി തള്ളപ്പെടുന്നില്ല. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ കറക്റ്റ് 5 വർഷം തീരുമ്പോഴത്തേക്ക് 2 ലക്ഷവും സീറോ ആയേനെ. പിന്നെ സ്ക്രാപ്പ് വാല്യൂ മാത്രം അവശേഷിക്കുന്ന രീതിയിൽ സീറോ ആയേനെ. പക്ഷെ ഇവിടെ അങ്ങനെ സീറോ ആകത്തില്ല. അതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കും ലിമിറ്റേഷൻ ആയിട്ട്. ക്ലിയർ? ഇതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഈ ലൈൻ സ്ട്രെയിറ്റ് ആയിരിക്കും, ഇവിടെ ഡിമിനിഷിംഗ് ആയിരിക്കും. ഓക്കെ, ഇതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. സോ എനി ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദിസ്? എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടോ? റിട്ടേൺ ഡൗൺ വാല്യൂ എന്തെങ്കിലും പറയണോ ഇന്ന് റിപ്പീറ്റ് ചെയ്ത്? സാർ, ഈ പെർസെന്റേജ് ഇല്ലേ അതിനകത്ത്, ഡിപ്രീസിയേഷൻ പെർസെന്റേജ്, അതെങ്ങനെയാ അറൈവ് ചെയ്യുന്നത്? ആ പെർസെന്റേജ് തീരുമാനിക്കുന്നത് ആ ഓർഗനൈസേഷൻ. അപ്പൊ ആ ഓർഗനൈസേഷൻ അത് എസ്റ്റിമേറ്റ് ആകട്ടോ, അത് എസ്റ്റിമേറ്റ്, അത് അവർക്ക് തീരുമാനിക്കും. 10% ആയിരിക്കും നമ്മളുടെ അസറ്റ് ഡിപ്രീഷിയേറ്റഡ് ആകുന്നത്. അപ്പൊ അത് റിട്ടേൺ ഡൗൺ വാല്യൂവിൽ 10% എടുക്കാം. ഇനി സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലും 10% എടുക്കാം. അപ്പൊ 10% നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ. അത് അവരുടെ എസ്റ്റിമേറ്റ്, അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ ആണോ? യെസ്. അത് ഓരോ ഓർഗനൈസേഷനും അവരുടെ രീതിക്ക് ചെയ്യാം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓവറായിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് പ്രോഫിറ്റ് കുറയ്ക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഒരു പരിധിയുണ്ട്. ഓവറായിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് പ്രോഫിറ്റ് കുറയ്ക്കും, അതൊക്കെ അതൊരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ആയിട്ടാണ് കാണുന്നത്. ക്ലിയർ? യെസ്. സോ അത്രയുമാണ് നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡുമായിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. So under return down value method, the rate of depreciation is computed by using following formula. നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കാം? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. ക്ലിയർ? ആർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ്, ക്യാപിറ്റൽ ലെറ്റർ ആർ. എൻ എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് യൂസ്ഫുൾ ലൈഫ് ആണ്. സ്ക്രാപ്പ് വാല്യൂ ആണ് എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സി എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ആൻ അസറ്റ്, ഒരു അസറ്റിന്റെ കോസ്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ എത്രയാണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് നമുക്കൊരു എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? അപ്പം ആർ ഈസ് ഈക്വൽ ടു 1 - n/√(s/c) × 100. ഇതാണ് ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒറിജിനൽ കോസ്റ്റ് ഓഫ് ട്രക്ക് 9 lakh റുപ്പിയാണ്. അതിന്റെ നെറ്റ് സാൽവേജ് വാല്യൂ, അതായത് സ്ക്രാപ്പ് വാല്യൂ, നെറ്റ് സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ 16 years, 16 year ആണ് യൂസ്ഫുൾ ലൈഫ്. നെറ്റ് സ്ക്രാപ്പ് വാല്യൂ 50,000 ആണ്. അങ്ങനെയാണെങ്കിൽ അപ്രോപ്രിയേറ്റ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആർ ഈസ് ഈക്വൽ ടു 1 - 16 ആണ് യൂസ്ഫുൾ ലൈഫ്. സോ 16 ഇൻറ്റു ദ റൂട്ട് ഓഫ് 50,000, അതായത് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ, ഡിവൈഡഡ് ബൈ ഒറിജിനൽ കോസ്റ്റ്, ദാറ്റ് ഈസ് 9 lakh ഇൻറ്റു 100. അപ്പൊ നമുക്കൊരു റേറ്റ് കിട്ടും. ക്ലിയർ? ഇങ്ങനെയാണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓരോ ഓർഗനൈസേഷനും ഫിക്സ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവർക്ക് റാൻഡം റേറ്റ് ഫിക്സ് ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ കുഴപ്പം ഈ രീതിയിൽ കണ്ടുപിടിക്കുന്ന റേറ്റിനേക്കാൾ കുറവായിരിക്കണം. അത് ഒരിക്കലും കൂടാനായിട്ട് പാടില്ല.
അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഓവറായി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ഓവറായി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്താൽ P&L ഡെബിറ്റ് സൈഡിൽ ഈ ഐറ്റം വരുന്നതുകൊണ്ട് തന്നെ ഇത് പ്രോഫിറ്റിനെ കുറയ്ക്കും. പ്രോഫിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ടാക്സബിൾ പ്രോഫിറ്റാ കുറയുന്നത്. ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി എടുക്കുമ്പോൾ ടാക്സ് ചെയ്യേണ്ട പ്രോഫിറ്റ് കുറയും. അപ്പൊ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് കിട്ടുന്ന ടാക്സ് അവിടെ കുറയും. അപ്പൊ ടാക്സ് വെട്ടിക്കുന്ന പോലെ ആയി. ഓക്കെ ആണോ? സോ ഇതാണ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ഔട്ട് the percentage of depreciation. So equation ഓർത്തു വെക്കുക. R is equal to the root of 1 minus n into R is equal to 1 minus n into root of s by c into 100. ക്ലിയർ? ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. സോ ഈ രീതിയിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം, കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ 1 മാർക്ക് ആ ഒരു രീതിയിലേക്ക് അവർക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ, ചോദിക്കണമെന്ന് നിർബന്ധമില്ല. ബട്ട് ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണോ? ആ ഇക്വേഷനും അതുപോലെ തന്നെ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. സോ ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. ഈ ഒരു റേറ്റിൽ കൂടുതലാകരുത് നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇനി നമ്മൾ നോക്കാം. ഇത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലെ ഡിപ്രിസിയേഷൻ കാണുമ്പോഴല്ലേ ഇക്വേഷൻ യൂസ് ആക്കുക? യെസ്, കറക്റ്റ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ കാണുമ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? കാരണം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എന്താ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ തന്ന ആ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ എമൗണ്ടേ കിട്ടത്തുള്ളൂ. ഡിപ്രീസിയേഷൻ എമൗണ്ട് ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ എമൗണ്ടേ കിട്ടത്തുള്ളൂ. ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് കിട്ടിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അവിടെ പെർസെന്റേജ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അവിടെ നമുക്ക് പിന്നെ പെർസെന്റേജിന്റെ ആവശ്യമില്ല, കാരണം ഓരോ വർഷവും എന്താ ഫിക്സഡ് എമൗണ്ട്. അപ്പൊ പെർസെന്റേജ് കിട്ടിയാലും മറ്റേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താലും ഒരേ എമൗണ്ടേ കിട്ടത്തുള്ളൂ. അത് വെച്ചാൽ നമ്മൾ പിന്നെ ഓടിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് ഒരു എമൗണ്ട് ആയിട്ട് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഇല്ല, പകരം നമുക്ക് പെർസെന്റേജ് കണ്ടുപിടിക്കാനേ ഇക്വേഷൻ ഉള്ളൂ. ഈ പെർസെന്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ വർഷത്തെയും ബുക്ക് വാല്യൂവിൽ പെർസെന്റേജ് അപ്ലൈ ചെയ്യാം. അപ്പൊ ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വർഷവും കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? അപ്പൊ രണ്ടിന്റെ ഇക്വേഷൻ സെപ്പറേറ്റ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് സെപ്പറേറ്റ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് സെപ്പറേറ്റ്. ക്ലിയർ?